പൂവേ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. മോർണിംഗ് ഹബീബി, നമ്മൾ ദുബായിലെത്തി. നമ്മള് സേലെത്തി. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിത് സേലെത്താറായിട്ടുണ്ട് കേട്ടോ. സമയം 7 മണി രാവിലെ. വീട്ടിലാണെങ്കിൽ ഈ ടൈമിലൊന്നും എണീക്കത്ത് പോലും ഇല്ല. പക്ഷെ എന്തോ നേരത്തെ എണീറ്റ്. ഞാൻ 6 മണിയായപ്പോഴേ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല അടിപൊളി പാടത്തൂടെ. നേരത്തെ നല്ല മഞ്ഞായിരുന്നു ഞാൻ തുറന്നപ്പം, പക്ഷെ ഇപ്പം മഞ്ഞില്ല, പോയി. കൊച്ചിത് എണീറ്റിട്ട് ഫോണിലൊക്കെ ഞോണ്ട് കിടപ്പുണ്ട്. അമ്മാ ഉറങ്ങി. ഞാൻ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരാം. പല്ലൊക്കെ തേച്ച് കഴുകി. ഓക്കെ. രാവിലെ എണീറ്റു. 6 മണിക്ക് ഞാൻ എണീറ്റു. അത് കഴിഞ്ഞ് കൊച്ചു എണീറ്റു. എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിൽ? ഞാനും ആദ്യമായിട്ടാണ് കിടന്ന് ഇങ്ങനെയൊന്നും ഉറങ്ങുന്നത്. ഇതാണ് കുഴപ്പം. ട്രെയിൻ ടക്കിന് എടുക്കുന്നത്. ഇത്രയും നേരം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? കൂടെ ഉണരും. ട്രെയിൻ രാത്രിക്ക് എവിടെയൊക്കെയോ ഡിലേ ആയിരുന്നല്ലോ. പിന്നെ രാത്രി അത് കവർ ചെയ്ത്. പക്ഷെ ഇപ്പോഴും ഡിലേ ആയെന്ന് തോന്നുന്നു. എവിടെയൊക്കെയോ കുറേ അടുത്ത് നിർത്തിയിട്ടിരിക്കുന്നു. 1 അവർ എന്തോ അടുപ്പിച്ച് ഡിലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴത്തേന് 5 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളു അവര് കവർ ചെയ്തത് ഓടി. നമ്മളെന്തായാലും രാവിലെ ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി ഫ്രഷായി. ഞാനും കൊച്ചും ഡ്രസ്സ് മാറി കേട്ടോ. ഉച്ച കഴിഞ്ഞ് മാറാം. അപ്പോൾ എന്തായാലും ഗൈസ്, ട്രെയിൻ യാത്ര കൊള്ളാം കേട്ടോ. ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ബാത്റൂം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ചേഞ്ച് ഇല്ല കേട്ടോ, പഴയ പോലൊക്കെ തന്നെ അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അതേ ഉള്ളൂ ഗൈസ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നമ്മളൊരു ചായ പോലും ഇതിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. മിനറൽ വാട്ടർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. വേറെ ചായ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഗൈസ്, നമ്മളിപ്പോൾ അടുത്ത തിരുപ്പതി എത്താറായിട്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 8:30-9 മണി ആവാറായിട്ടുണ്ട്. അപ്പം തിരുപ്പതി കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ നമ്മൾ ഫുഡ് ഓൺലൈൻ ഒരു ആപ്പ് വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആ ആപ്പ് കൊള്ളാമെന്നിങ്ങനെ എല്ലാവരും പറയാണ്. കാരണം അത് റെയിൽവേ ഫുഡല്ല, പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. എനിവേ അതൊന്ന് കഴിച്ച് നോക്കാം. ഒരുപാട് നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല. 2 മസാല ദോശ ഓർഡർ ചെയ്തിട്ടുള്ളൂ. നമ്മളതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. നാസ്ത, ഞാൻ വിചാരിച്ചു നാസ്ത എന്ന് പറയുന്നത് ഒരു ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റിനാ നാസ്ത എന്ന് പറയുന്നത്. ഇനിയുണ്ട് 2 ദിവസം നമ്മൾ ഈ ട്രെയിനിൽ. ഇന്ന് തുടക്കം ഡേ 1 ആണ്. ഡേ 1. ഇന്നലെ പിന്നെ രാത്രി കയറിയിട്ട് കഴിച്ച് നിങ്ങൾ ഇന്നലെ വ്ളോഗ് കണ്ടാണല്ലോ. ഇന്നലെ രാത്രി ഫുഡും കഴിച്ച് കിടന്ന് ഉറങ്ങി. വേറെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കിടന്നങ്ങ് ഉറങ്ങി. ക്ഷീണം ഉണ്ടായിരുന്നു. ഉറങ്ങാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എണീക്കും. എന്തായാലും ഫാമിലിയായിട്ട് ഇങ്ങനെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നൊരു വേറെ വൈബാണ് കേട്ടോ. പിന്നെ കോച്ച് ഇവിടെ ക്ലീനാണ്. ഇപ്പോൾ രാവിലെ വന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആൾ വന്ന് ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ AC അത്യാവശ്യം കൂളിംഗ് ഉണ്ട്. ഇന്നലെ രാത്രി കുറവായിരുന്നു. ഇപ്പം നല്ല കൂളിംഗ് ഇല്ലേ? രാത്രി ഒരു നല്ല കൂളിംഗ് ആയിരുന്നു തോന്നുന്നു. എനിക്ക് അടി കിടന്നോണ്ട് അറിയാം. അമ്മയെ AC-യുടെ കീഴിൽ കിടന്നാണ്. അമ്മയ്ക്ക് മോളിൽ കിടക്കണമെന്നൊരു ആഗ്രഹം. പിന്നെ അമ്മ മേളിൽ കയറി. വീട്ടിൽ നിന്ന് നമ്മൾ 1 കിലോ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഫുഡ് കിട്ടുന്നത് വരെയും കുറച്ച് നേരത്തേക്ക് അത് വെച്ച് ആശ്വസിക്കും. എന്തെങ്കിലുമൊക്കെ അടിക്കുന്നത് ബോറടിച്ച് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കുടിക്കില്ല. ഫുള്ള് മുട്ട. തിരുപ്പതി എത്തി അറിയ എളുപ്പമോ, കാരണം ആർക്കും മുടി കാണൂല. അല്ല ഉള്ളല്ലേ തോന്നുന്നു മുട്ട. കുറേ നേരത്തെ എണീറ്റ് ചെയ്യുന്നുണ്ട്. 2 ഇരുന്ന് ശരീരമൊക്കെ നോക്കണം. അമ്മ എക്സസൈസ് ചെയ്യുന്നമ്മ. ഫുഡ് ഇപ്പം എത്തും കേട്ടോ. സത്യം പറഞ്ഞാൽ വിശന്ന് കണ്ടാണ്. ട്രെയിൻ ഡിലേ ആണ്. വീണ്ടും ഡിലേ ആണ്. ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. இந்த ட்ரெயினில் ரொம்ப ஒரு என்டர்டெயின்மெண்ட் எதுவும் இது இல்லை. பாடிங்க இங்கே ஒரு LCD TV, இங்கே ஒரு PS5 அத்தனையும் போதும். அது இருந்தால் ரொம்ப சூப்பராக இருக்கும்.
നല്ല ജാലിയാ പോയിട്ടേ இருக்கலாம். നമ്മളവിടെ മാത്രല്ല കേട്ടോ, ആന്ധ്രാപ്രദേശ് നല്ല ചൂടാ. കൊറേ കാട് ഇருக்கு, കൊറേ മൂട് ഇருக்கு, പശു ഇருக்கு, വേറെ എതും ഇല്ല. എല്ലാം കണ്ട് ബോറടിക്കുന്നത്. ഇവിടെ ബിൽഡിങ്ങിനൊന്നൊരു നമ്മളടുത്ത ഭംഗിയില്ലല്ലേ. ഫുഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമ്മളെ സ്വിഗ്ഗി പോലെ കൊണ്ടു തന്നാക്ക് യൂണിഫോമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഗൈസ്. നല്ലതായിരിക്കും, ഉപ്പുമാവ് കൊള്ളായിരിക്കും. കഴിച്ചോ, ടേസ്റ്റ് ഉണ്ടോ നോക്ക് ഗൈസ്. ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഉപ്പുമാവ് ഉണ്ടോ ഗൈസ്? ഉപ്പുമാവ് ലഞ്ചും കൂടി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാം ഗൈസ്, കുഴപ്പമില്ല. നോക്ക് പാടം 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 നമ്മളിപ്പോ ഉള്ള ആന്ധ്രയിലാണ്. ആന്ധ്രയിലാണ് അരി വരുന്നത്. ഓ, ആന്ധ്രയിലെ അരി ഇതിങ്ങനെ അരിയാവും കേട്ടോ. ബസുമതിയാണത്. മഞ്ഞ നിറത്തിലുള്ള ബസുമതി. ഇത് ജീരകശാല, ഇത് ജീരകശാല. അതാണമ്മ, മൊത്തം അരിയാണ്. ആന്ധ്രയിലെ അരി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് ഒരുപാട് അരി കാണുന്നവർക്ക് അറിയാൻ പറ്റും. അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതെ അതെ, രാവിലെ എണീറ്റപ്പോ തൊട്ട് ഭയങ്കര മിസ്സിങ്. രാവിലെ അതുകൊണ്ട് മിസ് ചെയ്തോണ്ട് രാവിലെ ഒരു കൊല പഴവും തിന്ന് ഉപ്പുമാവ് തിന്ന് മിസ് ചെയ്യുന്നവരും വിഷമം കൂടും. ആണ് ഗൈസ്, ഈ ട്രിപ്പില് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത് അച്ഛനായിരിക്കും. വീഡിയോ കാണുമ്പോഴായാലും ഒക്കെ മിസ് ചെയ്യും. ഞങ്ങള് മാക്സിമം പറഞ്ഞല്ലേ വരാനായിട്ട്. അപ്പൊ നമ്മൾ അന്താക്ഷരി കളിക്കാൻ വേണ്ടി പോണ സമയം ഇല്ല. പേപ്പറും പേന എടുത്തിരുന്ന കള്ളനും പോലീസും കളിക്കാൻ, റീൽസ് കളിക്കാനുള്ള റേഞ്ചും കിട്ടുന്നില്ല ഗൈസ്. അപ്പൊ 2 ടീമായിട്ട് തിരിഞ്ഞായിരിക്കും നമ്മുടെ മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ തെക്കേക്കര, ഇവിടെ വടക്കേക്കര. വടക്കേക്കരയിൽ ഈ ഉത്സവം നയിക്കുന്നത് പ്രവീണും മൃദുലയും. തെക്കേക്കരയിൽ അവിടെ ഉത്സവം നടത്തുന്നത് ബിന്ദു. അതെ, മൃദുല പാടും. പൂങ്കാറ്റിലൂടെ കഥകൾ കിടന്ന് എഴയുന്ന കഥകൾ ചൊല്ലി ഇവർക്ക് അറിഞ്ഞൂടാ. ഊതി അമ്മ കള്ളപ്പാട്ടോ. ഇത് രചനയിതാവ് പാട്ടുകാരി അല്ല, ബിന്ദുവോ. ടിക് ടിക് 2 ടിക് ടിക് 3 താമരപ്പൂവിൽ തുടക്കം പൂവേ മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്ത് മാമ്പഴോ നീ താനടി ഡാഡി മമ്മി വീട്ടിലില്ല. ലജ്ജാവടിയേ ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ. മനോരഞ്ജിനി സൂപ്പർ സുരസുന്ദരി. ലിറിക്സ് ഒന്നും ശരിയല്ല ഗൈസ്, ലിറിക്സ് ഒന്നും ശരിയല്ല. പാടി രാവിന്റെ ശോകം മൊത്തം ശോകം തന്നെ. നക്ഷത്ര കുഞ്ഞുങ്ങൾക്ക് ആനന്ദവേള. വെള്ളം മഴ വെള്ളം വാ വാ വാ. പിന്നെ ഞാനെ കോണക്കിളിയേ നിന്നെ കുട്ടിക്കടിച്ചോ നമ്മുടെ കുട്ടിക്കാണിക്കോ പോവാ.
உனக்கு என்னடா தெரியும்? അതുകൊണ്ടാണ് stay உனக்கு என்னை எடுத்தது. பத்தி என்ன தெரியும் உனக்கு? போதாது. நான் கில்லி தெரியுமா உனக்கு? இந்த ஊர் எந்த ஊர்? முதல்ல அது இது 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 உண்டல் பேட்டரி இது. போடா, சின்ன பையன் நீ எல்லாம் என்கிட்ட மோதாதுக்கு பெரிய ஆளே இல்ல. மோதகம் இல்லடி, என்கிட்ட படையே இருக்கு. அப்படியா? மோதகம் எதுக்கு? பாருடா, உனக்கு சாப்பாட்டு போடுறதுக்கு அவங்க ஆமா ஆமா, பாத்தியா நீ சும்மா வெட்டி தானே இருந்து சாப்பிட்டுட்டு இருக்க. போய் போய் பணி எடுத்து சாப்பிட்டுறீ நீ. பாருடா, கேமரா அப்படியே உள்டாக்கி வச்சிருக்காங்க. அது ஏன் அம்மாவோட புத்திடி. அது என்ன அடப்பா? இது என்ன அடப்பெல்லாம் போட்டு வச்சிருக்கு? என்னடா பண்ணி വച്ചിരിക്കുക? ബാക്കിൽ ക്യാമറ വർക്ക് ആവുന്നില്ല. ഞാൻ ക്യാമറ അടിച്ചു ഇതാണ്ട് അടപ്പിട്ട് അടച്ചു വെച്ചേക്കണം. அம்மா வந்து இந்த தலைமண்டக்குள்ள பொதிச்சோறு இருக்கு. இதனால யாதொரு உபயோகமும் இல்லை. இது இப்படி சிரிச்சுக்கிட்டே இருப்ப. நோ யூஸ். വെറുതെ ഇരിക്കും. ക്യാമറ ഒരു അടപ്പിട്ട് അടച്ചു വെച്ചേക്കണം. എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു, ഞാൻ പിന്നെ മാറ്റാനത്. നല്ല ഊറ്. ആ തുടങ്ങിയ എന്തിനാ ഇത് കൊല പഴിപ്പിക്ക് ഇട്ടേക്കുമല്ല, ഇതൊരാളാട്ട്. പുള്ളി വന്നപ്പോ തൊട്ട് അങ്ങനെ കിടക്കുവോ? ഒരു അനക്കവും ഇല്ല. അമ്മയും ഇവര് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് ഞാൻ എണീറ്റ്. ഗൈസ് നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് എത്തിയത്? വിജയവാഡ എത്തി കേട്ടോ ഗൈസ്. വിജയവാഡ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. വിജയവാഡ സ്പെഷ്യൽ വെജ് ബിരിയാണി. അടിപൊളി, സൂപ്പർ. മൃദുല താണ്ടെ പാട്ട് ചെയ്തോണ്ടോ അവള്? ചുമ്മാ ഞാൻ ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ടോ? ഞാൻ ഒറ്റ സീറ്റിൽ, അവര് 3 നേരം അപ്പുറത്ത്. ഗൈസ് നമ്മൾ അടുത്തത് കാമം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും കേട്ടോ. കാമം എന്ന് അടുത്ത സ്റ്റേഷന്റെ പേര്. അതെന്തിനായിരിക്കും ആ പേരിട്ടത്? അവിടെ ഉള്ളത് സ്ഥലത്തിനെ പറ്റി അങ്ങനെയാണോ പറയുന്നത്? നീ അല്ലേ പറഞ്ഞത്? നമ്മളാണോ പറഞ്ഞത്? കാം എന്ന് വെച്ചാൽ കാമാവാൻ. ഞാൻ മഞ്ഞ മലയിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. ഭോപ്പാലല്ല മഞ്ഞുമല. നമ്മള് രാവിലെ ഭോപ്പാലെത്തും. ഭോപ്പാല് ഇപ്പം ഇത് തെലുങ്കാന തന്നെ. അമ്മ ഇവിടെ ഫുൾ ബെഡ് റെസ്റ്റ്. അതാണ്ട് കണ്ടില്ലേ? ഈ ഒരു കിടപ്പാ. സമയം ഫുഡ്. ഇപ്പൊ റെസ്റ്റാ, ഫുൾ റെസ്റ്റ്. എങ്ങനെ ഇരിക്കുന്നു? ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ റൈസും പറഞ്ഞു, ഒരു ചിക്കൻ കറിയും പറഞ്ഞു, പിന്നെ എഗ് ബിരിയാണിയും പറഞ്ഞു കേട്ടോ. നിങ്ങളും ട്രെയിൻ യാത്ര ചെയ്യുന്നെങ്കിൽ ഒരിക്കലും റെയിൽവേയിൽ അകത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കരുത്. ആപ്പ് ഉപയോഗിച്ച് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ചാൽ മതി കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ. ആരും അങ്ങനെ പേടിയുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചു ഗൈസ്, ആരും വാങ്ങത്തില്ല ഗൈസ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരാണ് കൂടുതലും വാങ്ങുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ എല്ലാവരും ഓൺലൈനാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും കിടന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കിടന്നു. അമ്മ ഇതാ ഇവിടെ കിടന്നു. അപ്പോൾ കൊച്ചു ഇതേ താഴെ കിടന്നു. കൊച്ചേ മൃദുല ഇതേ കിടക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ബെഡൊക്കെ വിരിച്ചിടാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നും നമ്മൾ ട്രെയിനിൽ തന്നെയാണ്. നാളെയും നമ്മൾ ട്രെയിനിലാണ് സുഹൃത്തുക്കളെ. ട്രെയിൻ യാത്രയ്ക്ക് ഒരു വിരാമമില്ല. ട്രെയിനൊക്കെ ആയപ്പോൾ കുറേയൊക്കെ ഇരുന്നിരുന്ന് മടുത്ത്. പിന്നെ കുറേയൊക്കെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് ഗൈസ്. വേറെ മടുപ്പാണ്, ട്രെയിനിൽ തന്നെ ഇരിക്കുന്നൊരു മടുപ്പാണ്. അപ്പോൾ ഗൈസ് ഇന്നേക്ക് ഇത്രയുള്ള വിശേഷം. അപ്പം നാളെ കാണാം. അപ്പോൾ ബൈ ഗൈസ്, ഐ ലവ് യു.